ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ നാറിയ ജ്ഞാനായ സഭയെ വെളുപ്പിച്ചെടുക്കാനുള്ള മറുനാടന്റെ കൊട്ടേഷൻ ഞങ്ങളിതാ പൊളിക്കുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ ജ്ഞാനായ കത്തോലിക്ക സമുദായാംഗങ്ങളായ പാറോലിക്കൽ ഷൈനി കുര്യാക്കോസും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അത്തരമൊരു ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചതിന്റെ പ്രധാന കാരണം ഭർത്താവിൻ്റെയും ജ്ഞാനായ കത്തോലിക്ക സഭയിലെ ഒരു പാതിരിയും ഭർത്തൃ സഹോദരനുമായ ബോബിയുടെയും ക്രൂരമായ പീഡനങ്ങൾ മൂലമാണെന്നും സഭയുടെ ഉടമസ്ഥതയിലുള്ള കാരിത്താസ് ആശുപത്രിയിൽ ഷൈനിക്ക് അവസരം നിഷേധിച്ചിരുന്നു എന്നുമുള്ള വാർത്തകൾ ആദ്യം i2 ന്യൂസ് നൽകിയപ്പോൾ മറുനാടൻ തുടക്കത്തിൽ ആശുപത്രിയുടെ ആ പേര് പറഞ്ഞില്ല, ആ പാതിരിയുടെ പേരോ ഫോട്ടോയോ പോലും കൊടുത്തില്ല. എന്നാൽ കാരിത്താസ് ആശുപത്രിയുടെ വിശദീകരണങ്ങൾ അതേപടി കൊടുത്തു അവരെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. മാത്രമല്ല ഷൈനി മറ്റ് 12 ആശുപത്രികളിൽ ജോലിക്കായി സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞ് കാരിത്താസിന്റെ പങ്ക് ലഘൂകരിക്കുവാനും ഒന്ന് ശ്രമിച്ചു. എന്നാൽ i2 ന്യൂസിലൂടെ ഈ ആശുപത്രിയുടെയും പാതിരിയുടെയും പങ്ക് പുറത്തു വന്നതോടെ പൊതുജനവികാരം ഇവർക്കെതിരെ തിരിയുകയും സഭയെയും ആശുപത്രിയെയും ന്യായീകരിക്കുവാൻ ശ്രമിച്ച മറുനാടന്റെ ആ നിലപാടിനെ അവർ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തപ്പോൾ മറുനാടൻ നിന്ന നിപ്പിൽ കടകം പറഞ്ഞു. പിന്നീട് കാര്യങ്ങൾ വളരെ സത്യസന്ധമായി പറഞ്ഞു. ഇന്നലെ വരെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ തൊടുപുഴ കോടതിയിൽ ഗാർഹിക പീഡനത്തിന് ഷൈനി കേസ് കൊടുത്തിരുന്നതായും തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുകയും അതിന്മേൽ തൊടുപുഴ JFMC 1ാം കോടതിയിൽ ട്രയൽ ആരംഭിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ വിശദമായി i2 ന്യൂസ് പുറത്തുവിട്ട ശേഷം 6ാം ദിവസമായ ഇന്നലെയാണ് നോബി ലൂക്കോസിനെ പോലീസ് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത്. ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതിരുന്ന നോബി പോലീസിനോട് സകല കാര്യങ്ങളും ഏറ്റുപറഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ശാരീരിക പീഡനങ്ങൾ നടത്തിയ കാര്യങ്ങളും മരിക്കുന്നതിന്റെ തലേദിവസം വിളിച്ച കാര്യവും അയച്ച സന്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ പോലീസിനോട് തുറന്നു പറഞ്ഞു. പക്ഷേ അയച്ച മെസ്സേജുകളും കോൾ ഹിസ്റ്ററിയുമെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കായി പിടിച്ചെടുത്തു. അങ്ങനെ കാര്യങ്ങൾ നോബിയുടെ കയ്യിൽ നിന്നും കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ സഭ മറുനാടനെ കൂട്ടുപിടിച്ച് ജനശ്രദ്ധ ഷൈനിയുടെ വീട്ടുകാരുടെ നേരെ തിരിക്കുവാനുള്ള ശ്രമം ഇന്നു മുതൽ ആരംഭിച്ചു. അതിനായി കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയതായി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിൻ്റെ ആദ്യപടിയായി കോട്ടയം രൂപതയിലെ ഒരു വൈദികന്റെ വൈകാരികമായ പ്രതികരണം എന്ന് പറഞ്ഞ് സ്വന്തം വീടും ഷൈനിക്ക് നരകമായി പൊട്ടിത്തെറിച്ച് പള്ളിയിലച്ചൻ എന്ന് പറഞ്ഞ് മറുനാടൻ ഷാജൻ എന്നൊരു വീഡിയോ ചെയ്തു. ഏത് സഭയിലെ ഏത് ഇടവകയിലെ വൈദികൻ എന്ന് വെളിപ്പെടുത്താതെ, എന്തിന് പേര് പോലും വെളിപ്പെടുത്താതെയാണ് ഷാജൻ ആ പാതിരിയുടെ ശബ്ദശകലം പുറത്തുവിട്ടത്. അത് മനഃപൂർവ്വം ആ പാതിരിയുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചതാണ്. കാരണം പേര് പറഞ്ഞാൽ എല്ലാം പൊളിയും. കാരണം ഈ പാതിരി തീവ്ര ജ്ഞാനായ കത്തോലിക്ക സമുദായ സ്നേഹിയാണ്, തീവ്ര ശുദ്ധരക്തവാദത്തിന്റെ വക്താവാണ്. ജസ്റ്റിൻ എന്ന ജ്ഞാനായ സമുദായാംഗം തലശ്ശേരി രൂപതയിലെ ഒരു കത്തോലിക്ക പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആ വിവാദമുണ്ടാക്കിയതും വിഷയം കോടതി കയറിയതും തൻ്റെ ഇടവകയിൽ വെച്ച് ആ കല്യാണം നടത്തിയാൽ താൻ പള്ളി പൂട്ടി താക്കോൽ ഇടവക ട്രസ്റ്റിയെ ഏൽപ്പിച്ചു പോകും എന്നതുൾപ്പെടെ പരസ്യമായി ഇടവകയിൽ പ്രസംഗിച്ച ആ തീവ്ര മനസ്സുള്ള പാതിരിയാണ് ഈ വൈകാരിക പ്രതികരണവും നടത്തിയത്. പള്ളിയിൽ ഈ പാതിരി നടത്തിയ പ്രസംഗത്തിന്റെ അല്പഭാഗം നമുക്കൊന്ന് കേൾക്കാം. കൊട്ടോടിയിലെ ആ കുടുംബത്തെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിട്ട ആ തീവട്ടിപ്പാതിരിയാണ് ഇപ്പോൾ ധാർമ്മികമായി പൊട്ടിത്തെറിക്കുന്നത്. ആ പാതിരിയുടെ ആ പഴയ തീവ്ര പ്രസംഗശകലത്തെ നമുക്കൊന്നുകൂടി കേൾക്കാം. സമാധാനത്തിന്റെ ഇടമായിരിക്കണം പള്ളി. ആരെയും വേദനിപ്പിക്കാനും ആരെയും പ്രത്യേകമായിട്ട് ഒരുവെപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, കല്യാണവും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പള്ളിയിൽ നടത്താൻ എന്തായാലും പറ്റില്ല. അടുത്ത പള്ളിയും കല്യാണം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മെമ്പർഷിപ്പിന്റെ കാര്യം ഭാവിയിലെ കോടതി വിധിയാണ്. ഇനി അങ്ങനെ ഒരു കോടതി വിധി വന്നാൽ ഞാൻ ഈ പള്ളിയിൽ പയ്യെ ഇറങ്ങി പോകുള്ളൂ, അല്ലെങ്കിൽ സാധിക്കില്ല. അങ്ങനെ നിനക്ക് ചോദിക്കും. അതുകൊണ്ട് അങ്ങനെ കോടതി വിധി വന്നാൽ എൻ്റെ ബന്ധുവിൻ്റെ കല്യാണത്തിന് കൂടാതെ ഞാൻ ഇവിടെ കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. അന്ന് കൈക്കാരനെ താക്കോൽ ലഭിച്ച് ഞാൻ പണിക്ക് പോയി. അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ അനാവശ്യമായ വിവാദങ്ങളാണ്. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നാട്ടിലെ സമാധാനം ഒന്ന് വഴി പോകും. മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഇത് വീണ്ടും വിശുദ്ധ കുർബാനയ്ക്ക് പറയുന്നത് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ കുർബാനയ്ക്ക് ശേഷം ചെയ്യാനായിട്ട് പറയുന്നത്. ഈ തീവ്ര ജ്ഞാനായ സമുദായ സ്നേഹിയുടെ ശബ്ദമാണ് മറുനാടൻ ഷാജൻ പേര് പറയാതെ പുറത്തുവിട്ടത്. ഇവന്മാരുടെ ശബ്ദം ഏത് ഉറക്കത്തിലും ഏത് പാദയാത്രയിലും കേട്ടാലും തിരിച്ചറിയുന്ന ഞങ്ങൾ ഇത് കോട്ടയം ജ്ഞാനായ രൂപതയുടെ കീഴിലുള്ള കൊട്ടോടി സെയിന്റ് ആൻസ് ഇടവക വികാരി സനീഷ് കയ്യാലപ്പുറത്താണെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ മറ്റൊരു പേരിൽ ഈ സനീഷ് പാതിരിയെ വിളിച്ചു. i2 സുനിൽ എന്ന് പറഞ്ഞ് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ എടുക്കില്ല എന്നതുകൊണ്ടാണ് എൻ്റെ ഐഡന്റിറ്റി ഞാൻ മറച്ചു വെച്ചത്. തൻ്റെ ഫാമിലി ഗ്രൂപ്പിലിട്ട ഒരു ശബ്ദ സന്ദേശം
താൻ അറിയാതെ അതിൻ്റെ ചില ഭാഗങ്ങൾ എടുത്ത് തൻ്റെ അനുവാദമില്ലാതെ മറുനാടൻ ഷാജൻ കൊടുത്തതാണെന്ന് സനീഷ് പാതിരി ഞങ്ങളോട് വെളിപ്പെടുത്തി. സനീഷ് പാതിരിയുമായി ഞാൻ നടത്തിയ ആ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കുക. അച്ഛാ, ഞാൻ ആ പ്രതികരണം കേട്ടോണ്ട് വളരെ വിളിച്ച. ഞാൻ വർഗീസ. സനീഷ് അച്ഛനല്ലേ? ഞാൻ സനീഷ് അച്ഛനാണ്. നിങ്ങളാരാണ്? ഞാൻ വർഗീസ. ഞാൻ മറ്റേ നമ്മുടെ മറുനാടനിലെ ആ പ്രതികരണം കേട്ടോണ്ട് വിളിച്ചായിരുന്നു. ഞാൻ എന്റെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, എന്റെ ഫാമിലി ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. അതിലോട്ട് പുറത്ത് വിട്ടു. അപ്പോൾ ഞാൻ സത്യമായിട്ട് മാത്രം ആഗ്രഹിക്കുന്നുണ്ട്, സത്യം മാത്രം വിജയിക്കുക. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് അവരെ മൊത്തത്തിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഒരു തോന്നലുണ്ടാവും. ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഓരോ എന്റെ ഫാമിലിനെ മാത്രം അഭിസംബോധന പറഞ്ഞേക്കുന്നതാണ്. അതുകൊണ്ട് അതറിയാത്ത പൊതുസമൂഹം അല്ലല്ലോ കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആ പറഞ്ഞ കൺസേൺ മാറ്റർ മാത്രമേ അതിനകത്തുള്ളൂ. അച്ഛൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടാണോ അതോ മറുനാടന് കൊടുത്ത് ബൈറ്റാണോ? അല്ല, ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടതാണ്. ആരും എടുത്ത് പുറത്ത് കൊടുത്താണ്. ഞാൻ പുറത്തേക്ക് വിട്ടതല്ല. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആക്ടിയെ പറഞ്ഞതാണ്. അതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് ഈ അച്ഛന്മാർ തന്നെ മൊത്തത്തിൽ ശ്രദ്ധ അവരുടെ വീട്ടുകാരുടെ നേരെ തിരിക്കാനുള്ളൊരു ശ്രമം പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് അത് എന്റെ ഉദ്ദേശം അതല്ല. എന്റെ സത്യം അതാണ്. അവിടെ ഏത് ഭാഗത്ത് തെറ്റ് സംഭവിച്ചോ അവിടെ അച്ഛന്റെ ഭാഗത്ത് തെറ്റെങ്കിൽ അച്ഛന്റെ ഭാഗത്ത്, അപ്പന്റെ ഭാഗത്താണെങ്കിൽ അപ്പന്റെ ഭാഗത്ത്, എവിടെയാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുക. ബാക്കി ആരും എൻ്റെ അകത്തുനിന്ന് പ്രതിയായി രക്ഷപ്പെട്ടു പോകാനില്ല. തെറ്റ് ചെയ്യാത്തവനെ സൂക്ഷിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് മാത്രം പറഞ്ഞാൽ അത് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അവരുടെ പേരൻസിൻ്റെ മുകളിലേക്ക് ഒരു ഡയമെൻഷൻ പോകുന്ന രീതിയിൽ അത് തോന്നും കേൾക്കുമ്പോഴേ. പേരൻസിന്റെ മുകളിലേക്ക് ഡയമെൻഷൻ വരുന്നത് ഇപ്പം എല്ലാവരും അതിന്റെ റെസ്പോൺസിബിൾ ആണല്ലോ. ഒരു പെൺകുട്ടി മക്കളെ പോലും വീട്ടിൽ കൊടുക്കാതെ പോയെങ്കിലാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. അവർ ക്യാൻസർ രോഗികളാണ്. അവർ നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരും അബലകളാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യലോ ഫിസിക്കലോ ഉള്ള സപ്പോർട്ടില്ല. ഇങ്ങനത്തെ എത്രയോ പേര് നമ്മുടെ ഡയറ്റിലൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരുപാട് വ്യക്തികൾ പഠിപ്പിക്കുന്നുണ്ട് കൂടെ. അല്ല, അത്തരത്തിൽ ഷൈനിക്ക് ഒരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഷൈനി ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് പോകുമായിരുന്നോ? ഡയോസിന്റെ ഭാഗത്തുള്ള അത്ര സപ്പോർട്ട് അല്ല, സൈനിക സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ ആ സ്ത്രീ പിടിച്ചു തന്നില്ലേ. ആ സ്ത്രീ ആയതുകൊണ്ട് ഇത്രയും പിടിച്ചു തന്നു. ഇത്രയും പീഡനം ഉണ്ടായിട്ട് ആ സ്ത്രീ പിടിച്ചു തന്നതെങ്കിൽ ഓക്കെ, നമുക്ക് വേറെ ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞേ, അത്തരത്തിലൊരു സപ്പോർട്ട് അവർക്ക് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ. ഇപ്പോൾ ഇത് മരിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ മണ്ടൽ ഇത്രയും കൺസേൺ ആകുന്നത്. പക്ഷേ ജീവിച്ചിരുത്തുമ്പോൾ നമ്മളെല്ലാം ലഘൂകരിച്ചു. അവർക്ക് ഒരു മാർഗവും ഇല്ലാതെ വരുമ്പോഴാണല്ലോ ഇത്തരത്തിലൊരു വേദനാജനകമായ മരണത്തിലേക്ക് പോകുന്നത്. അല്ല, ഇതിനകത്ത് കുറ്റക്കാരെന്ന് പറയുന്ന ആ നാട്ടുകാരും കൂടെയാണ്. ഈ പെൺകുട്ടി അത്രയും ഉപദ്രവിക്കപ്പെട്ടത് ഈ നാട്ടുകാരെല്ലാം സമ്മതിക്കുന്നുണ്ട്. കൂട്ടുകാരും ബന്ധുക്കാരൊക്കെ സമ്മതിക്കുന്നു. ഇവരാരും അവനെതിരെ സാക്ഷിക്ക് നിൽക്കുന്നില്ല. ഇപ്പൊ മരിച്ചപ്പോ പറയുന്നത് അതിന് മുമ്പ് ഈ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണേലും അപ്പനും അമ്മയും സ്വന്തമായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. അന്നേരം രണ്ട് പെൺകുട്ടികളുമായിട്ട് വന്ന് നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാവാം. പക്ഷേ അത് മരിക്കണമെന്നോ ഒന്നും അവരാരും ആഗ്രഹിക്കത്തില്ല. അന്നേരം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അച്ഛൻ്റെ ആ ഒരു പ്രസ്താവന വഴി ഇവർക്കൊരു പിടിവള്ളി ആയേക്കുകയാണ്. കാരണം ഒരു ഡെത്ത് ഉണ്ടാകുമ്പോൾ എപ്പോഴും അനലൈസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഡെത്ത്, പെട്ടെന്ന് ട്രിഗർ ചെയ്ത ഫാക്ടർ എന്താണെന്ന് വരുമ്പോഴത്തേക്കും അത് വീട്ടിൽ നിന്നുണ്ടായ എന്തെങ്കിലും ആണെന്ന തരത്തിലൊരു ധ്വനി വരുമ്പോഴത്തേക്കും അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് അതിൽ കൂടെ ഉണ്ടാകുന്നത്. അത്രയും മാരകമായിട്ട്. പിന്നെ അത് രക്ഷപ്പെടലല്ല, ഇതിനകത്ത് പോലീസ് ശരിക്കും അന്വേഷിച്ച് ഇവരുടെ ഫോൺ റെക്കോർഡ് എടുക്കുക. ആരാണ് അവസാനം ആ സ്ത്രീയായിട്ട് സംസാരിച്ചത്, ആ വീട്ടുകാരുടെ എടുക്കുക. വീട്ടുകാരിൽ ആരാണ് ഇവർ ഒരു എന്ത് ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടായെന്നുള്ളതാണ് ഫോണിൽ കൂടി ആയിരിക്കണം. നേരിട്ടാണെങ്കിൽ വീട്ടുകാർ പറയേണ്ടതാണ്. ആ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് ആ കോസിനെ നമ്മൾ സത്യത്തെ പുറത്തു കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പുറത്തു കൊണ്ടുവരിക. അതിന് ഗവൺമെന്റിന്റെ എല്ലാ സിസ്റ്റം ഉപയോഗിക്കുക. ഫോൺ റെക്കോർഡിംഗ് കൊണ്ട് ഗവൺമെന്റിന് ട്രേസ് ചെയ്യാൻ പറ്റും ആരാണ് ചെയ്തേക്കുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആ മരണച്ച് കിടക്കുമ്പോഴും ആ എട്ടും പൊട്ടും തെറിയാത്തൊരു കൊച്ചിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ച ആ മൃതദേഹം അവിടുന്ന് കൊണ്ടുപോയി ചെയ്യുക എന്ന് പറയുന്നതും അത് ശരിക്കും എന്റെ കൺസേൺ അല്ല. അതൊന്നും എന്റെ കൺസേൺ. ഞാൻ ഇവരെ കുടുംബത്തെ അറിയില്ല, ഈ ആരെ ഞാൻ അറിയില്ല. പക്ഷേ ഈ കൊച്ചു പരാതി കൊടുത്തത് എന്തായാലും അപ്പം പറഞ്ഞിട്ടായിരിക്കുമല്ലോ കൊച്ചിന് തന്നെ ഇതൊന്നും ചെയ്യാൻ കഴിയും. പക്ഷേ അച്ഛൻ ഇത് കൺസേൺ അല്ലാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് അച്ഛൻ ഇത്രയും കൃത്യമായിട്ടും ഒരു അഭിപ്രായം പറയുകയും ഒരു ചാനലിൽ കൂടി ഇപ്പോൾ അത് ഏതാണ്ട് 50,000 പേരിൽ കണ്ടു കഴിയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എന്റെ പേഴ്സണൽ ഫാമിലി ഗ്രൂപ്പിൽ പറഞ്ഞ് പുറത്തേക്ക് ഇട്ടു. ആ പേഴ്സണൽ ഫാമിലി ഗ്രൂപ്പിൽ മാത്രമാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. അതിനകത്ത് പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും അല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇതേ സമയം മറുനാടൻ തൻ്റെ റിപ്പോർട്ടറെ ഷൈനിയുടെ വീട്ടിലേക്ക് അയക്കുകയുണ്ടായി. പെട്ടെന്ന് രാവിലെ ക്യാമറയും തൂക്കി കുറേ ആളുകൾ വരുന്നത് കണ്ട് അന്താളിച്ചു പോയ കുര്യാക്കോസ് എന്ന ആ നാട്ടുമ്പുറത്തുകാരൻ്റെയും അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ ഭാര്യയുടെയും ക്ലോസ് വിഷ്വലുകൾ എടുത്ത് അദ്ദേഹത്തിൻ്റെ ചില കട്ട് ചെയ്ത വിഷ്വലുകളും ഇതോടൊപ്പം കാണിച്ചു. സഭയിലെ സൈബർ കൊട്ടേഷൻ സേനയെ കൊണ്ട് ഷൈനിയുടെ മാതാപിതാക്കളുടെ മുഖത്ത് സങ്കടമില്ലായിരുന്നു, അവർ കരയുന്നില്ല, അവർ ചിരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള വീട്ടുകാർക്കെതിരെയുള്ള കമൻറ്റുകളും ആ വാർത്തയുടെ താഴെ കുത്തി നിറച്ചു. ഇത് കാണുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അവർ പിന്നീട് അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങും, പറഞ്ഞു തുടങ്ങും. ഇതാണ് ആർട്ട് ഓഫ് മാനിപ്പുലേഷൻ. വെള്ളപൂശൽ അഥവാ വെളുപ്പീര് എന്ന് പച്ചമലയാളത്തിൽ പറയും. മരണം സംഭവിച്ചത് ഷൈനിയുടെ വീട്ടിലായിരുന്ന സമയത്തായതിനാൽ ഷൈനിയുടെ വീട്ടുകാരാണ് ഉത്തരവാദികളെന്നും
മക്കളെപ്പോലും അവിടെ വിട്ടിട്ട് പോകുവാൻ സാധിക്കാത്ത ഭീകരമായ അവസ്ഥയായിരുന്നു ഷൈനിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നതെന്നും ഷൈനയ്ക്ക് ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടായിരുന്നു എന്നുമൊക്കെ ഈ പാതിരി സട്ടിലായിട്ട് ഈ പ്രഖ്യാപനത്തിലൂടെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഷൈനിക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നെന്നും കൂടി ഇവന്മാർ സ്ഥാപിക്കും എന്ന് സിസ്റ്റർ അബയെ ഉദാഹരിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചതേയുള്ളൂ. ഇന്നിതാ അതും സംഭവിച്ചു. കൊലക്കുറ്റം ഷൈനിയുടെ വീട്ടുകാരിലേക്ക് ചാരുക എന്ന ലക്ഷ്യം വെച്ച് മറുനാടൻ പേര് മറച്ചു വെച്ച് സംരക്ഷണം ചെയ്ത ജ്ഞാനായ കത്തോലിക്ക സഭയുടെ വക്താവായ സനീഷ് കയ്യാലപ്പുറത്തിന്റെ ആ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ്, കാരിത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദമില്ല. 10 വർഷമായിട്ട് അവർക്ക് പറ്റില്ല, 1 വർഷം ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കാൻ പറഞ്ഞു കാണണം. പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട്. ഇടവക വികാരി ആ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന പാസ്റ്ററൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ്. അച്ഛന്റെ ലെറ്റർ കിട്ടിയതുകൊണ്ട് പാസ്റ്ററൽ കെയറിൽ നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് ശമ്പളത്തോടു കൂടി ജോലിയായിരുന്നു. കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് കുടുംബ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്തം അപ്പനാണ്. അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്നാണ് പറഞ്ഞത്, ഈ ജോലി കിട്ടണോ വേണ്ടിയൊന്ന്. മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല, കാരണം BSc നേഴ്സിന് കെയറായിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത്. എന്നിട്ട് വീടിനടുത്തുള്ള റോസ മിസ്റ്റിക്ക എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾട്ടേജ് ഹോമിലും ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയിട്ട് ആ ഹോസ്പിറ്റൽ കെയർ ഹോമാണ്, അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു. അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത്. ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി. ആ പെൺകുട്ടിക്ക് മറ്റു കൂടുതലുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി. അപ്പൻ ഇതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലും അടച്ചു കളഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത്. ഇത് അവിടെ നിന്നുള്ള വേർഷനാണ്. ഈ ഓരോരുത്തരും ഓരോ വേർഷനാണല്ലോ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസ്തരായിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഇത് കാരിത്താസ് ആശുപത്രിയുടെ ജോലിയായിട്ടല്ല ബന്ധം. കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിനിന്റെ അടുത്താണ്. ഇനി അതിനുള്ള മാനസികാവസ്ഥ പിടിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥ പെൺകുട്ടിക്ക് ഇല്ലാന്ന് പറയാനും പറ്റും. ഇത്രയും നാളും പിടിച്ചു തന്നു. ഇനി ഒരു പെട്ടെന്നുള്ള ബോധത്തിൽ തലേദിവസത്തെ പ്രശ്നത്തിന്റെ പേരിലാണ് അയച്ചത്. ഇത് പോലീസ് ശരിക്കും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. പോലീസ് അന്വേഷിച്ച് ഈ നാട്ടിലുള്ള കുടുംബ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ ഇടപെടരുതെന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം. അച്ഛന്മാരെന്തിനാ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ അച്ഛന്റെ തലയിലിരിക്കും. നാളെ എന്റെ അടുത്തൊരു കുടുംബ പ്രശ്നമായിട്ട് വന്നു, ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞ് ഞാനിത് വാക്കാൽ പരിഹരിക്കാൻ നോക്കി. ഇത് മറച്ചു വെച്ചെന്നുള്ള എനിക്കെതിരെ ഇപ്പൊ പീഡനം വരും, അല്ലെങ്കിൽ കേസ് വരും. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് പോലീസ് പറയും. പെൺകുട്ടിയെ മാക്സിമം പ്രേരിപ്പിക്കും. ഭർത്താവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക, സ്ത്രീപീഡനത്തിന് കേസെടുക്കട്ടെ. അമ്മായിമ്മ അടിച്ചിട്ടുണ്ടോ, അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, പോലീസ് പറയുക. അപ്പൊ സാമാന്യ അച്ഛന്മാരുടെ മേത്തോട്ടുള്ള കയറ്റങ്ങ് തീരും. പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോഴാർക്ക് മനസ്സിലാക്കിക്കോളും. പള്ളി എന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുകയും ചെയ്യണം. ഈ രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ അത് കാരിത്താസിൽ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ്. കാരിത്താസിൽ അവർ ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത് മറച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ കുറച്ചുപേര് ന്യൂസുകൾ പടച്ചുവിടുന്നത്. ഇതില് ഈ പെണ്ണിനെ കെട്ടിച്ചിരിക്കുന്നത് ചുങ്കത്ത് ചേരിയിലാണ്. ഈ ചേരിയിലെ കുടുംബ പ്രശ്നം കാരണം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അവിടെ അടി വരെ കെട്ടി. അപ്പോ ചുങ്ക ഇടവക്കാരും നാട്ടുകാരും അച്ഛനും ഒക്കെ എന്നെ അടുക്കുമായിരുന്നു. ആ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അമ്മായിമ്മയും മരുമോളും തമ്മിലും കെട്ടിയോളും തമ്മിലും ഒക്കെ അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ അടിച്ചിട്ടുണ്ട്. അത് പാവമായതുകൊണ്ട് അടി മുഴുവൻ മേടിച്ചിട്ടോടെ നിന്നു. അവസാനം സഹി കേട്ടപ്പോ ആ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു. ഇനി അടിയും ബഹളവും ഒക്കെ കഴിഞ്ഞു. അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നു. അടി കഴിഞ്ഞ് ഇവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ തെറ്റ്. ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു. ഈ കാരിത്താസിലുള്ള സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അതിന്റേതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. അപ്പനുമായിട്ട് തെറ്റി. അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി. ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോയി സ്വന്തം അപ്പൻ റെസ്ട്രിക്ഷൻ വെച്ചു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കുണ്ടായ സാമാന്യമായ പ്രഷറാണ്. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേദിവസം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അപ്പനും അമ്മയും ഈ മകളും കൊച്ചുമക്കളുമായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് അന്ന് രാത്രി പെൺകുട്ടി മരിക്കാൻ കാരണം. അത് പുറത്തു വിടാതെ, അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ്, ഗാർഹിക പ്രശ്നമാണ്, ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ്. ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ്. ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു, പള്ളിയിൽ നിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. അന്നേരമൊക്കെ സിസ്റ്റർമാരിന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തരം ആത്മഹത്യാ ഭീഷണിയൊന്നും മാറാൻ പോകുന്നില്ല. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് ഉള്ളവർ ചെന്ന് വേണം കൊടുക്കാൻ. അതിനുള്ള ചികിത്സ ഈ പെൺകുട്ടി പോയില്ല. ആരും ഉപദേശിച്ചൊന്നും എനിക്കറിയത്തില്ല.
പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സ്വന്തം വീട്ടിലെ പ്രശ്നവും ഭർത്തൃ വീട്ടിലെ പ്രശ്നവുമാണ്. ഈ രണ്ട് പ്രശ്നം ഇവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് കാരിത്താസ് എന്നുള്ള ഒറ്റ കാരണം, അവിടെ ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയങ്ങളല്ല. മറിച്ച് ഇത് ചെയ്യേണ്ടത് ക്രിമിനൽ കേസാണ്. ഈ പെൺകുട്ടി മരിക്കാനുള്ള കാരണം തലേ ദിവസം വീട്ടിലുണ്ടായ പ്രശ്നം. അപ്പം കുടുങ്ങുവാണെങ്കിൽ അപ്പം കുടുങ്ങട്ടെ, അമ്മ കുടുങ്ങുവാണെങ്കിൽ അമ്മ കുടുങ്ങട്ടെ. ആ വീട്ടിലെ പ്രശ്നം പുറത്തു വിടാൻ തയ്യാറാകണം. ഇത് പുറത്തു വിടുകയല്ല, അച്ഛനും പറയല. ഇത് പ്രശ്നം ഉണ്ടായെന്ന് സമ്മതിക്കുന്നുണ്ട്, പക്ഷെ ആരും പുറത്തു പറയുന്നില്ല. ഇനി ഈ കെട്ടിയോളെ തല്ലിയിട്ടുണ്ടോ? കേസ് കൊടുക്കണം. ചുങ്കങ്കാര് പറയട്ടെ തല്ലിയിട്ടില്ല. ഈ പെൺകുട്ടി ചുങ്കത്ത് പരമാർത്ഥത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി നിരന്തരം പ്രശ്നത്തിലായിരുന്നു. ഈ തല്ലിയതിന്റെ പേരിലും കുത്തുവാക്കുകളുടെ പേരിലും അമ്മായിമ്മ പോയതിന്റെ പേരിലും നിരന്തരം കരച്ചില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കും ഇതിനും ചെയ്യാൻ പറ്റും. എനിക്ക് യാതൊരു മുൻപരിചയമുള്ള കുടുംബമല്ല. പക്ഷേ ഈ കാരിത്താസിനെ വിമർശിച്ച് ഈ വിഷയം മാറ്റിവിടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് ഇത് ഓർക്കുമ്പം ഈ കോടതി നിയമമൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ആ പെൺകുട്ടി എന്തുകൊണ്ട് മരിച്ചു? ജോലി കിട്ടാഞ്ഞിട്ടല്ല, കുടുംബ പ്രശ്നമാണ്. തലേദിവസം ഉണ്ടായ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് രാത്രി മക്കളെയായിട്ട് പോയത്. ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ടാണ്? മരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി മരിച്ചായിരുന്നല്ലോ. പക്ഷെ രണ്ട് പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോയി. അതായത് ആ വീട്ടിൽ അത്രയ്ക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ. സ്വന്തം വീട്ടിൽ പോലും ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഭാവിയില്ല. മക്കൾക്ക് കാര്യത്താത്ത ജോലി കിട്ടാൻ കാര്യമായില്ലല്ലോ. അവരെങ്ങനെയെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചോളൂല്ലോ. പക്ഷെ ആ വീട്ടിൽ അത്രയും സുരക്ഷിതത്വം ഇല്ലായിരുന്നു. എന്നിട്ട് ഇതൊക്കെ മറച്ചു പിടിച്ച് ഒരു ജോലിയുടെ പ്രശ്നം. ഈ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഈ കാരിത്താസ് വികാരിക്ക് അറിയാമായിരുന്നു. അത് വീട്ടിലെ സിസ്റ്റർമാരെ വിടുകയും അദ്ദേഹം പോവുകയും ചെയ്യും, ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ജീവൻ പോയി അദ്ദേഹം പറയുകയല്ല ഉള്ളിലെ കാര്യം. ഈ പ്രശ്നം എന്താണ്, തലേദിവസം അവിടെ എന്താ സംഭവിച്ചെന്നും പറയാം. ഇത് പുറത്തു വിടാൻ ഈ സഭയ്ക്ക് പരിമിതികളുണ്ട്, ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ സഭ നാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്താണ് സത്യം? പോലീസ് പറയുക, യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുക. അത് അപ്പനാണെങ്കിലും ശരി, അമ്മായിപ്പനാണെങ്കിലും ശരി, ആ അമ്മായിമ്മയാണെങ്കിലും ശരി, എല്ലാവരും അറസ്റ്റ് ചെയ്യണം. നീ കെട്ടിയോൻ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ പെണ്ണുകൾക്ക് കൈവച്ചാണല്ലേ. അടിച്ചവന്മാരെ, പെണ്ണുങ്ങളെ അടിക്കുന്ന ഒത്തനും വിടരുത്, റിപ്പോർട്ട് ചെയ്യണം. പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്യണം. പള്ളിയിൽ അച്ഛന്മാർ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. അച്ഛന്റെ പണിയല്ല കുടുംബ പ്രശ്നം തീർക്കില്ല. അച്ഛന്റെ പണി പള്ളിയും കുർബാനയും കാര്യങ്ങളും മതി. ബാക്കി അടിയും പ്രശ്നമൊക്കെ നേരെ പോലീസിൽ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. ഏറ്റവും സന്തോഷം അതാണ്. പ്രേക്ഷകർ ജാഗ്രത. ജ്ഞാനായ കത്തോലിക്ക സഭ മറുനാടനെ മാത്രമല്ല ഇതുപോലെ മറ്റു പലരെയും ഈ വെളുപ്പീര് പണിക്കിറക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്രകാരം ഒരു കഥ അന്തരീക്ഷത്തിൽ പടച്ചുവിട്ടാൽ രണ്ടും ന്യൂട്രൽസായി ആവിയായി പോകും എന്ന ചിത്താന്തമാണ് ഇതിന് പിന്നിൽ. പക്ഷേ സത്യം തേടുന്ന തുറന്നു വെച്ച കണ്ണുകളുമായി i2i ന്യൂസ് പുറകെയുണ്ട് എന്ന് മനസ്സിലാക്കുക. അവസാനമായി ഈ ഒരു കാര്യം കൂടി കാണുക. വെടിവെക്കുന്നതിന് മുമ്പ് ഇഠോ എന്ന ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുന്ന ഒരു വേട്ടക്കാരൻ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഹണി ട്രാപ്പ് കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട് വനം വകുപ്പിൽ. പല ഉദ്യോഗസ്ഥന്മാർക്കണിയിൽ വീണു. പിണറായിയുടെ ഒരു മന്ത്രിയും പെട്ടുപോയിട്ടുണ്ട്. സെറ്റിൽമെന്റ് അണ്ണന്മാരെ ഓടിവായോ, അല്ലെങ്കിൽ ഞാൻ ഠോന്ന് പൊട്ടിക്കും എന്ന് വെങ്കം. നമ്മുടെ പഴയ പൂച്ചക്കുട്ടി ഫെയിം ആണെന്ന് കമന്റും ക്ലൂവായി ഇട്ടിട്ടുണ്ട്. കയ്യിൽ നല്ല ഉണ്ടയുണ്ടെങ്കിൽ പൊട്ടിക്ക് പിള്ളാച്ച. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.